പറയടി, ഞാൻ ഏതവനോട് കൊഞ്ചു കുഴഞ്ഞാ നീ ഏട്ടനോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ എന്തോന്ന് പറഞ്ഞു? നീ ഒന്നും പറയാതെ എന്റെ ഏട്ടൻ എന്നോട് അങ്ങനെ പെരുമാറില്ല. എന്റെ ഏട്ടനെ എനിക്കറിയാം. അണ്ണനെ ചോദിച്ചു ഞാൻ പറഞ്ഞോന്ന്. നീ ഓരോ അനാവശ്യം പറഞ്ഞു കൊടുക്കാതെ ഏട്ടൻ ഇങ്ങനെ കുടിച്ച് പെരുമാറത്തില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ലാന്ന്. പ്രക്ഷോഭന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ? അവളൊന്നും പറഞ്ഞൊന്നുമില്ല. ആ, പ്രതീക്ഷയായിരിക്കും പറഞ്ഞത്. പ്രതീക്ഷിനെ ഞാൻ കണ്ടിട്ടുമില്ല. പ്രതീക്ഷിന് സുരഭിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ അണ്ണ എങ്ങനെ അറിഞ്ഞത്? അത് ഞാൻ നീ അവിടെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും ഒന്ന് കേട്ടായിരുന്നു. നീ അത്രയ്ക്ക് അങ്ങ് പുച്ഛിക്കൊന്നും വേണ്ട. അവിടെ നിന്ന് കേട്ടോണ്ട് എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം തന്ത വൈബ് കിളവയുന്നു. ഇതൊക്കെയല്ലേ നീ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്? അവനോ? ഏതവൻ? പിന്നെ ഫോണിന്റെ അപ്പുറത്തെ തർക്കം ആരായിരുന്നു? അത് അവനാണെന്ന് ഏട്ടൻ എങ്ങനെ മനസ്സിലായി? പിന്നെ അത് ആരായിരുന്നു? എന്റെ ഫ്രണ്ട് ജാസ്മിൻ. അവള് ദുബായിൽ നിന്ന് വന്നപ്പോ എന്നെ വിളിച്ചതാ. ഞങ്ങൾ ഓരോ പഴയ കാര്യങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾ ബുള്ളറ്റ് കറങ്ങാൻ പോണ കാര്യമൊക്കെ പറഞ്ഞതാ? ആ, ജാസ്മിൻ ബുള്ളറ്റ് ഓടിക്കും. അവൾ എന്നെ പണ്ട് പുറകിലെടുത്ത് ഓടിച്ചിട്ടുണ്ട്. അല്ലാതെ ഏട്ടൻ കരുതുന്ന പോലെ വേറൊരുത്തനൊന്നും അല്ല. പിന്നെ നീ ആർക്കടി ലവ് സോങ് എഴുതി കൊടുക്കാന്ന് പറഞ്ഞത്? അവളുടെ ഹസ്ബൻഡിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ലവ് സോങ് എഴുതി തരാമോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ടാണ് എന്റെ കഷ്ടകാലത്തിന് ഞാൻ മുത്തോണ്ണനെ ഏൽപ്പിച്ചത്. ആ മുത്തോണ്ണനാണെന്നുണ്ട് ഒരു പരട്ട കവിത എഴുതി തന്നതുകൊണ്ട് ഞാൻ അത് അവൾക്ക് എടുത്ത് കൊടുക്കാനും പറ്റത്തില്ല. മുത്തോണ്ണനാണെന്നുണ്ട് ഒരു പരട്ട കവിത എഴുതി തന്നതുകൊണ്ട് ഞാൻ അത് അവൾക്ക് എടുത്ത് കൊടുക്കാനും പറ്റത്തില്ല. ഇനി പറ, ഏട്ടനെ ഞാൻ ഏത് വിധത്തിലാ ചതിച്ചതെന്ന് പറ. എന്തൊക്കെയാ എന്നെ പറഞ്ഞെന്നുള്ളത് അറിയാവോ? അതെങ്ങനെ ബോധം ഉണ്ടായിട്ട് വേണ്ടേ? അത് അപ്പോഴത്തെ സമയം ഇങ്ങനെയൊക്കെ കേട്ട ആരായിരുന്നാലും ഇതൊക്കെ തന്നെ വിചാരിക്കും. എന്താ ഇവിടെ വീട്ടിന്റെ മുമ്പിലെ വാതിലും ഒക്കെ തുറന്നിട്ടുണ്ട്. കൊലുകൊലുകൊലുകൊലാന്ന് എല്ലാരും കൂടി ഇവിടെ എന്താ ഈ സംസാരം? അമ്മയുടെ മോന് ഇതുവരെ ഇല്ലാത്തൊരു അസുഖം തുടങ്ങിയിരിക്കുക. അതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അസുഖോ? എന്താ അസുഖം? സംശയം. സംശയമോ? എന്തോ സംശയമാണോ നിനക്ക്? എന്റെ ഫോണിൽ ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് ഏട്ടൻ കേട്ടിട്ട് വേറെ ആരൊക്കെയാണോന്ന് വിചാരിച്ച ഏട്ടൻ എന്നെ തല്ലി. തല്ലിയോ? ഫോണിലൊന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് എന്തോ സംശയം നീ അവളായിട്ട് തല്ലിയോ? കൊള്ളാവല്ലോ നീ ആള്. എടാ, ഇതൊക്കെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നീ ആരോടാ സംസാരിക്കുന്നത് ചോദിച്ച് മനസ്സിലാക്കിയാ പോരെ? അതമ്മ, ആ സമയം അങ്ങനെയൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ആ, ഇതിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേ പ്രശോഭേ, ഞാനൊരു കാര്യം പറയാം. പ്രൊഫഷണൽ ഈഗോയെ ആവാം, പക്ഷേ ഒരു കുടുംബത്തിലെ രണ്ടുപേര് തമ്മിൽ, അത് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഈഗോ വന്നാലുണ്ടല്ലോ, ഒരിക്കലും ആ കുടുംബം നന്നാവത്തില്ല. എന്റെ കുഞ്ഞെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, നമ്മൾ ഇന്ന് ഈ കാണുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന പല ഡൈവോഴ്സ് കേസുകളും ഇങ്ങനെയുള്ള ഈഗോ ക്ലാഷിന്റെ പുറത്ത് സംഭവിക്കുന്നതാ. അറിയാവോ നിനക്ക്? എല്ലാം അറിയാം, പക്ഷെ തല്ലിപ്പോയി. അല്ല, നീ എന്താ മോഹൻ ചോദിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇവരെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി വന്നു. അയ്യോ പാവം, എന്നിട്ട് സോൾവ് ചെയ്തോ? എന്നാ അങ്ങ് പോയാട്ടെ, അങ്ങ് പോ. അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് തമ്മിൽ പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ. മനസ്സിലായോ? സോൾവ് കാര്യം ഇനി എന്റെ ഇവിടെ വാ, നമുക്ക് താഴെ പോവാ. അയ്യോ, ഇതേ തമ്മിൽ സംസാരിച്ച തീരില്ല, വാതിൽ അടച്ചിട്ടിരുന്ന് സംസാരിച്ചാലേ തീരത്തുള്ളൂ. അത് വേണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.